ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പോൾ ഇന്ന് ലഞ്ചിന് പറ്റിയ ഒരു കിടിലൻ ഒഴിച്ചേറിയാണേ പച്ചത്തീയൽ. അപ്പോൾ നമ്മുടെ പച്ചത്തീയലും കൂട്ടിയുള്ള ഊണ് ഒരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിനു മുൻപ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനടുത്തായി കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ പച്ചത്തീയലിനായിട്ട് ആദ്യം ആവശ്യമായ പച്ചക്കറികൾ ഒന്നങ്ങ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് വളരെ ചെറിയൊരു കഷ്ണം വെള്ളരിക്ക, ചെറിയൊരു കഷ്ണം പടവലങ്ങ, ചെറിയൊരു കത്തിരിക്ക, 2 മുരിങ്ങക്കായ, ഒരു 10-20 ചെറിയ ഉള്ളി. അപ്പോൾ ഇത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് കൂടി എടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്നങ്ങ് വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അതുപോലെ തന്നെ ഇത് ഞാനൊരു ചെറിയ പീസ് പുളിയും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പുളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പുളിസ്വാദിനായിട്ട് വേറെ തക്കാളി ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ പച്ചക്കറികളൊക്കെ ക്ലീൻ ചെയ്ത് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മുരിങ്ങക്കായ ഒഴിച്ച് ബാക്കി പച്ചക്കറികളൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി കൂടെ 2 പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഈ പച്ചക്കറികൾ വേവാൻ ആവശ്യത്തിനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. അപ്പോൾ ഈ മസാലപ്പൊടികളുടെയൊക്കെ അളവ് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമേ. ഇനി ഇത് പകുതി വേവാറാവുമ്പോൾ മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് വെന്ത് വരുന്ന നേരത്ത് നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സാധാരണ തീയലിൻ്റെ പോലെയുള്ള തേങ്ങ വറുക്കൊന്നും വേണ്ട കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി കറിയാണിത്. അപ്പോൾ തേങ്ങക്കൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല മഷി പോലെ അരച്ചെടുക്കണേ. ഇപ്പം മുരിങ്ങക്കായ മുറിച്ചത് കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നേരത്തെ പിഴിഞ്ഞു വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അരച്ചു വെച്ച തേങ്ങയും ജീരകവും ചേർത്ത കൂട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കൂടി അഡ്ജസ്റ്റ് ചെയ്യണേ. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം. അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്നങ്ങ് മൂടി വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെക്കണം. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുക്കി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം. അപ്പോൾ ഇത് നമ്മുടെ യമ്മി പച്ചത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് ചോറിനൊപ്പം ഒക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി കറിയാണിത്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്യണം. പിന്നെ ഈ ഒഴിച്ചുകറി നിങ്ങളുടെ കയ്യിലുള്ള ഏത് പച്ചക്കറി വെച്ചും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇന്നത്തെ ഞങ്ങളുടെ ഊണാണ്. പച്ചത്തീയൽ, ക്യാബേജ് മെഴുക്ക് വരട്ടി, നമ്മുടെ സാലഡ് കറി, പപ്പടം. അപ്പോൾ ഇത് സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.